ഹായ് പുത്തുമണികളെ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലൊരു പടക്കശാല തുടങ്ങിയിട്ട് അത് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു യൂട്യൂബർ അവിടെ പോയി ആ വീടും പരിസരവും ആ പടക്കശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വ്യക്തമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് കണ്ടാലെന്തോ? അപ്പം അതിന് മുമ്പ് നമ്മുടെ പടക്കശാലയുടെ ഇച്ചിരി ഗുണവധികാരം കൂടെ കേൾക്കാം. ഇല്ല ഇല്ല ക്ഷമിച്ചിരിക്കും. ഇല്ല ഒരു കാരണവശാലും എന്റെ നെഞ്ച് നൊന്തതുപോലെ ഒരു നൊമ്പലം വേറെ ആർക്കും കിട്ടിയിട്ടില്ല. എന്റെ ചട്ടുകാലിനെ പറ്റി വളരെ മ്ലേച്ഛമായി പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞേ? എന്തോ കേട്ടില്ല. ചട്ടുകാലോ? എന്തിക്കൊടയ്യ പുളിക്കടയ്യ, എന്തിക്കൊടയ്യ പുളിത്തിക്കൊടയ്യ. നിനക്ക് ഒരു കുരുവില്ലെന്ന് നീ തന്നെ കാണിച്ചു തന്നില്ലേ, പിന്നെ നിനക്ക് എവിടെയാണ് ഈ ചട്ടുകാല്? എന്തിക്കൊടയ്യ പുളിത്തിക്കൊടയ്യ. വിധവയായിട്ട് ജീവിക്കുന്നു ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അവഹേളിച്ചു. ഈ പെണ്ണ് ഇത് എന്തൊരു പറയണത്? ഭർത്താവില്ലാതെ വിധവയായിട്ട് ജീവിക്കുന്നത് ഭയങ്കര മ്ലേച്ഛമായ ഭാഷയാണോ? അപ്പം നീ ഇതെത്താ കണ്ട എല്ലാവരെയും നീ ഈ അറുവാണിയാണ്, മറ്റതാണ്, പടക്കശാലയാണ്, പിന്നെ അതുപോലെ പഞ്ചായത്തോളാണൊക്കെ വിളിക്കുന്ന അതിനൊന്നും കുഴപ്പമില്ലടാ. ഒന്നങ്ങോട്ട് പറഞ്ഞേ. ഈ ചിന്നക്കട വെടിക്ക് വല്ലതൊക്കെ ആവശ്യമുണ്ടോ? ഒരു അണുബോംബിൻ്റെ അടുത്ത് വന്ന് ചിന്നക്കട വെടി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ചിന്നക്കട വെടിയേ ഇതിനൊന്നും അങ്ങനെയൊന്നും അല്ലടാ വിളിക്കേണ്ടത്. അത് ശരിയാണ്. ആ ഒരു വൃത്തികെട്ടവൻ ആ ഒരു വീഡിയോ കൊണ്ടുവന്നപ്പോൾ നിങ്ങളെടുത്ത് ഷെയർ ചെയ്ത് എന്തിന്? അത് ഷെയർ ചെയ്തുവെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ എന്തിനത് ഷെയർ ചെയ്തു? പറ. അതെ അതെ. അതെ. ഞാനൊരു വീഡിയോ എടുത്തു വെച്ച് ഞാൻ ഷെയർ ചെയ്താൽ ഞാൻ അത് അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ അത് എവിടെയും മാറ്റി പറയത്തില്ല. എനിക്ക് പറയാനുള്ള എന്റെ നാക്കോട്ട് ഞാൻ പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു വീഡിയോ ആരുടെയെങ്കിലും ഞാൻ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആ പറഞ്ഞതിനകത്ത് 100% ഉത്തരവാദിത്വം ഉണ്ട്. അയ്യോടെ പൊന്നു പൊണുസു, അമ്പട പൊണുസു. എനിക്ക് എഴുതാനല്ലേ അറിയാം, വായിക്കാൻ അറിഞ്ഞൂടല്ലോ. കഷ്ടം. ഇപ്പൊ തേരാപ്പാരാന്ന് പറയും, ചൈൽഡ് ഞാൻ കോപ്പാന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. എല്ലാ യൂട്യൂബർമാരാണെങ്കിൽ അവരവരെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ ഇരുന്ന് അടുത്ത വീഡിയോ കണ്ടന്റ് എടുക്കാൻ നോക്കും. ഇത് കൊച്ചമ്മച്ചി പിന്നെ നേരമില്ല. ഇങ്ങനെ കാറിനകത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് സഞ്ചരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് തേരാപ്പാര തെണ്ടിക്കൊണ്ടാണ് ഇരുന്ന് വീഡിയോ ചെയ്യണത്. എന്തിക്കൊടയ്യ പുളുത്തിക്കൊടയ്യ. ഇഷ്ടപ്പെട്ടു. എന്താ 10-32 വയസ്സുള്ള കുഞ്ഞാ? എടി നീ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അപരാധി എന്ന് വിളിച്ചപ്പോൾ നിനക്ക് ചൊറിഞ്ഞില്ലല്ലേ? നിന്റെ ആ ഉമ്മയെ പറഞ്ഞ്, നിന്റെ ഉമ്മയുടെ നായരെ പറഞ്ഞ്, നിന്നെ പറഞ്ഞ് ചട്ടുകാലി എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പുള്ളിയല്ലയോ? മാനാഭിമാനം നിനക്ക് മാത്രം അല്ലടിയോ ഉള്ളത്, ഈ നാട്ടിലുള്ള പൊതുജനങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ചട്ടുകാലി എന്നല്ല വിളിക്കേണ്ടത്. നിന്നെയൊക്കെ ആറ്റം ബോംബ് വെച്ച് കൊല്ലാണ് ചെയ്യേണ്ടത്. ഈ കേരളത്തിലുള്ള ഏറ്റവും വലിയ വിഷവിത്ത് എന്ന് പറയുന്നത് നീയാണ്. ജീവിക്കണം. എനിക്ക് അമ്മയുമില്ല ആരുമില്ല എന്ന് പറഞ്ഞു കരഞ്ഞ ഒരു കുഞ്ഞിനെ അവനെ ഞാൻ അറിയാതെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ എന്ന വേദന ഞാൻ അവനെ പോയി ചേർത്ത് പിടിച്ച് കുട്ടിയെ ചേർത്ത് തന്നെ പറഞ്ഞു. എന്റെ മകന്റെ പ്രായമുള്ള കിച്ചുവിനെ ചേർത്ത് തന്നെ പറഞ്ഞു. കിച്ചുവിനെ വെച്ച് പറഞ്ഞ ആന്നോ? നിനക്ക് അവരുടെ കുടുംബത്തിൽ നിനക്ക് എന്തോ കാര്യമാടി? നീ ചെന്ന് ചേർത്ത് പിടിക്കാൻ നിന്റെ ആരെങ്കിലും ആണോ? നീ ഇത്രയും സോഷ്യൽ മീഡിയയിൽ അപരാധവും പറഞ്ഞ് ഈ ആ രേണുവിൻ്റെ അടുത്തുള്ള പിന്നെ കണ്ടന്റ് വെച്ച് തിന്നുകൊണ്ടിരുന്നിട്ട് പിന്നെ ആ ചെറുക്കനെ പോയി ചേർത്ത് പിടിക്കാൻ നീ ആരടി? നിന്റെ ആരെങ്കിലും ആണോ? നിനക്ക് അത്ര ചേർത്ത് പിടിക്കാൻ അത്യാവശ്യമാണെങ്കിൽ നിന്റെ മക്കളുണ്ടല്ലോ, അങ്ങോട്ട് കയറി കെട്ടിപ്പിടിച്ച് ചേർത്ത് അങ്ങോട്ട് പിടിക്കടി. അതുപോലെ നീ പറയെടുക്കും. നീ എക്സ്പെൻസ് അല്ല പറയെടുക്കും. ഇത്ര നാളും വെച്ച് അപരാധിച്ച് തിന്നല്ലേടി നീ പറയാ എടുക്കുന്നത്. അതൊക്കെ ഓരോ വാക്ക് പറഞ്ഞാൽ വാക്ക് പഠിക്കണമെങ്കിൽ ഒരു തന്തയ്ക്കുണ്ടാവണം. അതല്ലാത്തവർക്ക് പല വാക്കുകളും മാറ്റി പറയേണ്ടി വരും.
ഇതിനു മുമ്പ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങ് ഏറ്റെടുക്കും, തൊലിക്കുമെന്നൊക്കെ അല്ലയോ പറഞ്ഞത്. ഇപ്പൊ എന്തേ മാറിപ്പോയാ? ഉരുണ്ട് കളിക്കല്ലേ. നീ കോപ്പെടുക്കും. അപ്പൊ ഇനി നമ്മളെ ഇനിയിപ്പോ വേറെ കാര്യമുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പൊ വേറൊന്നും അല്ലല്ലോ, ഈ ഇരുന്ന് അപരാധിക്കുന്ന കൊടവധികാരി അടിക്കുന്ന ആണല്ലോ വീട്, അതായത് 5 നല്ല ഫ്ലാറ്റ് പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഒക്കെ ഉള്ള ഒരു വീട് നമുക്ക് കണ്ടാലോ. ഹോം ടൂർ അതായത് എൻ്റെ പൊന്ന് പറക്കശാലി, നിന്നെ സ്നേഹിക്കുന്ന എത്ര പേരാണ് നിനക്കെതിരെ പോലെ വീഡിയോ ചെയ്യുന്നതും ഇതുപോലെ നിന്നെ ഫേമസ് ആക്കി കൊണ്ടുവരുന്നത്. 1-2 പേരല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ദിവസവും കാണുന്നത് ഇതൊക്കെയാണടാ. പോയി ഇന്ന് ഇപ്പൊ ഞാനും അത് യാദൃശ്യമായിട്ട് കണ്ടതാ. അപ്പൊ ആ ഒരു ഹോം ടൂർ നമുക്കൊന്നാ കേട്ട് കാണാം കേട്ടോ. അസ്സലാമലൈക്കും. നമ്മളെ ഷെഫീനാന്റെ നാടാണ് കേട്ടാ. നമ്മളെ പറവൂന്ന് ഗ്യാസ് പ്ലാന്റ് ആണ്. ഷാനവാസിന്റെ വീടാണ്. നിങ്ങളെ ഉമ്മ സുൽഫത്താണ് സിറ്റ് ഔട്ടിൽ നിക്കണത്. സുൽഫത്താണ് താണ്ട സിറ്റ് ഔട്ടിൽ നിക്കണത്. ഷെഫീനാര, അതായത് ചെവിയും കേക്കൂല. മോന്റെ പെണ്ണിന്റെ ഉമ്മയും ഉണ്ട് ഇവിടെ. നിന്റെ വീടാണ്. കണ്ട, നിന്റെ ഉമ്മയാണ് ആ സംസാരിക്കുന്നത്. നിന്റെ ഉമ്മക്ക് ചെവിയും കേൾക്കുകയില്ല, നല്ലോണം പറയുകയില്ല. സ്വന്തം മോളെ കുറിച്ച് ഒരു ഉമ്മമാരും കുറ്റം പറയുന്നതല്ല. നിന്റെ ഉമ്മ കുറേ മാന്യമായ രീതിയിൽ നമ്മൾ കയറിയിരുന്ന് സംസാരിച്ച് നോക്കി. നിന്റെ നാടാണ്. നിന്റെ നാട്ടിലെ ഓരോരുത്തരുടെ വീട്ടിലും നമ്മൾ കയറി സംസാരിച്ചു. ഒരുപാട് പെൺപിള്ളേരെ കുറിച്ചും പോലീസ് കേസും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിന്റെ നാടാണിത്. കണ്ട, നമുക്ക് ബാക്കി ആൾക്കാരുടെ മൊഴികളെല്ലാം എടുത്ത് ഒരാളെ ഉള്ളു. അവിടെ ഷാനവാസ്. ഈ ഷാനവാസ് കെട്ടിയേക്കുന്ന മണനാക്കിന്നാണ് കെട്ടിയേക്കുന്നത്. എന്റെ നാട്ടിൽ നിന്നാണ് കെട്ടിയേക്കുന്നത്. ആ കെട്ടിയ പെണ്ണിന്റെ ഉമ്മായി അവിടെ ഉണ്ടായിരുന്നു. വീടിന്റെ തൊട്ട് ഫ്രണ്ടുള്ള സ്കൂളാണിത്. MGM. എന്താണ് എന്റെ പേര്? MGM LPS സ്കൂള്. നിന്റെ നാട്ടിലാണ് ചെപ്പീന. നീ ഒരുപാട് വഴിയാണ് പോണത് കേറിയാന്. എടി, നിന്റെ നാട്ടിൽ നിന്നൊരു യൂട്യൂബർ ആണടി നമ്മള്. നീ എന്നെ ഒരുപാട് വെല്ലുവിളിച്ചില്ലേ? അപ്പൊ നിനക്ക് ഒരു ചെറിയ ഒരു വീട് വെച്ചിട്ട് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എടി. ഒരു സ്ഥലത്തിരുന്ന് കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് വിറ്റ് തിന്നുമ്പം നിന്റെ ഉമ്മ സുൽഫത്ത് പറയണ കേട്ടാ, അവർക്ക് നിന്നെ കുറിച്ച് ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ല പവിത്രമുള്ള മോളാണ് നീ, പവിത്രത ഉള്ള മോളാണ് നീ. എടി, പ്രായത്തിലെങ്കിലും ഒത്തിരി ഒതുങ്ങടി. അപ്പൊ നിന്റെ വീട് വീട് ഇവിടെ ഇറക്കുക. ആ വീട് കണ്ട നിന്റെ ലോകം കണ്ടോളിയും. നമ്മളെ യൂട്യൂബർ ചെപ്പീനാന്റെ വീടാണ്. ചെയ്യടി സ്ട്രൈക്ക്, കേറ്റിക്ക വണ്ടി കേറ്റ്. നിനക്ക് താണ്ട ഈ പട്ടിക്കാട്ടിലാണ് വീട്. ആണ്ട അവളെ വീടാണ് ചെപ്പീന മോളെ. ഞാൻ ഇറങ്ങട്ടെ. നീ എന്നെ എന്തരാ ചെയ്തുകളയോന്നല്ലേ പറഞ്ഞു? എന്തൊരു ചൈൽഡിൽ എന്താ രീതിയോന്ന്? ചൈൽഡില് നീ ചൈൽഡിൽ എന്താ ചെയ്യുമെന്ന്? നീ അവളെ പൈസക്കൊന്നും ഇത് ഉണ്ടാക്കിയല്ല. കണ്ട ബാത്റൂമിന്റെ ഡോറ് കണ്ട? അപ്പുറത്ത് കോഴി ഫാമാണ്. അപ്പൊ നിനക്ക് കൂട്ടുണ്ട് കിരികിരികിരികിരാ വിളിക്കായി. ചെപ്പീന കണ്ട ഇത് കാടെങ്കിലും എടുപ്പിക്കാത്തെന്നാ. നാട്ടുകാരെ ബാത്റൂമിനെ പറ്റിയും പോത്തിന്റെ വീഡിയോ ഇടും. ഇടി, പോത്തിനെ പോലും കുളിപ്പിക്കാൻ കൊള്ളൂലല്ലേടി ഇവിടെ. കണ്ടാടി, നീ കേസ് കൊടുക്കണം. നീ എന്റെ വീട് വന്ന് വീഡിയോ പിടിച്ച് കണ്ട ഒരടുക്കളക്ക് കഥ പോലും ഇല്ല. കണ്ട, ഒരടുക്കളക്ക് കഥ പോലും ഇല്ല. ഇതാണ് നമ്മുടെ ചെപ്പീനാരെ വീട്. നമ്മളെ വണ്ടി കിടക്കണണ്ട, നമ്മളെ വണ്ടി. ഇതാണ് നമ്മുടെ ചെപ്പീനാരെ. ഒരു ഇടുക്ക് വഴി റോഡ് വന്നിട്ട് വീണ്ടും ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് ഇറങ്ങണം. അതൊരു കഷ്ടിയൊരു വണ്ടി വരും. നാട്ടുകാരെ കുറ്റം പറഞ്ഞ് രേണു സുധീന് അവരെയൊക്കെ കുറ്റം പറഞ്ഞ് ഒരു ബൾബ് കിടക്കണണ്ട. കണ്ട, അടുപ്പൊക്കെ ഉണ്ട്, കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാൻ കേട്ടാ. നോക്കിയാണ് ഇത്തിരി കാണിച്ചു കൊടുത്താണ്. ഇതാണ് നമ്മുടെ ചെപ്പീനാരെ വീട്. എടി, നീ മറ്റേ ബാത്റൂമിന്റെ ഡോർ കണക്കത്തേന്ന് വെച്ചേക്കണ. നമുക്ക് നാറ്റം വെച്ച് കണ്ട. ഇതാണ് നമ്മുടെ ചെപ്പീനാരെ വീട്. എടി, ലോകത്തുള്ള ആൾക്കാരെ മൊത്തം നീ കുറ്റം പറഞ്ഞ്. കിണർ കണ്ട, ഒരു കിണർ കുടിവെള്ളം. നീ നാട്ടുകാരെ മൊത്തം ക്യാമറയിൽ ഒപ്പിയെടുത്ത് നീ ഭീഷണികളും കാര്യങ്ങളുമായിട്ട് നീ ഇടുമല്ലേ. അപ്പോഴാണ്ട ഇതാണ് വീട്. നീ ഈ കാലും കൊണ്ട് എങ്ങനെ വീട്ടിൽ കയറും? ഈ വഴി സൗകര്യം ഇല്ലാത്തടത്ത് എങ്ങനെ നീ ചാടി അങ്ങ് കയറും?
നീ എന്നെ കുറ്റം പറയുന്നുണ്ടല്ലോ, നാട്ടുകാരെ കുറ്റം പറഞ്ഞ് നീ ആ രേണു സുധീനെ വിറ്റ് ഒരുപാട് തിന്ന്. എടി ചെപ്പീന, എടി നീ പെമ്പിള്ളരെ മൊത്തവും പറഞ്ഞ് ജീവിതങ്ങൾ തൊലച്ച് നിന്റെ ഉമ്മ നിന്നെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം ഉണ്ടെന്നറിയുമോ? മക്കളെ, എനിക്ക് അതിനൊന്നും സമയമില്ല ഒന്നിനും. ദാ റോഡിൽ നിന്ന് ഇത്ര വഴിയുണ്ട്, ഒരു കഷ്ടി ഒരു വണ്ടി വന്ന് ഒറ്റ പിടിച്ചൊരു തള്ളു കള്ളിയ അവളെ മയ്യത്ത് അന്നാവും. അങ്ങനത്തെ വഴിയാണ്. നീ റഹീമിനെ കോണ്ടാക്ട് ചെയ്ത് എന്തുകൊണ്ടും നിന്നെക്കാട്ടി യോഗ്യരാണടി നമ്മൾ, കേട്ടാ. നിനക്കിനി ചെയ്യാൻ പറ്റുന്ന ചെയ്താണ്. പാമ്പ് കുഞ്ഞിട്ട് കിടക്കോടി ഇതിനകത്ത്. മൂർഖത്തി, നീ ഒരുപാട് പെൺപിള്ളേരെ ജീവിതം തകർത്ത്. നിന്റെ ഉമ്മ പറയണ കേട്ട് എന്തായാലും വീഡിയോ പിടി, റെക്കോർഡ് പിടി. നിന്റെ ഉടപ്പറന്നോന്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് വന്നിട്ടുണ്ടാന്നൊന്ന് പതിഞ്ഞൊന്ന് നോക്കണേ. ബാക്കി കാര്യങ്ങൾ നിന്റെ ഉടപ്പറന്നോന്റെ പേരല്ലേ ഷാനവാസ്, സുൽഫത്ത് നിന്റെ ഉമ്മാരുടെ പേരല്ലേ. എന്തായാലും മാവും തയ്യും പ്ലാൻ തയ്യും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കണ്. എന്തായാലും അവക്ക് കുളിസീനുണ്ട് കേട്ടാ, വെളിയില് ഷവറുണ്ട് കൊണ്ടേ, കണ്ടാ, വെളിയിൽ നിന്ന് കുളിക്കാം. നിനക്ക് സ്റ്റെപ്പൊന്നും വേണ്ട, നീ മുറ്റത്തങ്ങ് കിടന്നാൽ മതി. കോഴികളും ഉണ്ട് നിനക്ക് കൂട്ടിന്. നിന്നെ ഞാൻ വേണ്ട വേണ്ട വേണ്ടാന്ന് വെച്ച. അപ്പൊ ചെപ്പീന, എന്തായാലും ഞാൻ ഒന്ന് വലത് കാല് വെച്ച് കയറിക്കോട്ടെ ബിസ്മീൻ ചൊല്ലി. അല്ല, വലത് കാല് വെച്ച് കയറാം. അപ്പോഴ് ഇതാണ് നമ്മുടെ ചെപ്പീനാരെ സ്വന്തം വീട്, സ്വന്തം നാട്. എല്ലാരെയും കണ്ടോളി. ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കൊണ്ടുപോകാം. എടി, നാട്ടുകാരെ പരദൂഷണം പറയുമ്പോൾ നിന്നെക്കാളും എന്തുകൊണ്ടും ഭേദം നമ്മുടെ ആരാണ്? നമ്മുടെ രേണു സുധിയാണ്. കറണ്ട് ബില്ല് വന്നിരിക്കണടി, അടയ്ക്കാത്തത്. കറണ്ട് ബില്ല് ഇതാ വന്നിരിക്കണ്, അടച്ചില്ലേ നീ? എത്ര രൂപ ബില്ല്? പാവ അടച്ചില്ല കേട്ടാ. 176 രൂപയേ ഉള്ളൂ. ഇപ്പം യൂട്യൂബിൽ നിന്ന് കണ്ട പെണ്ണുങ്ങളാ വരുമാനം വിറ്റ് തിന്നുമ്പോൾ ഇതൊക്കെ അടയ്ക്കാൻ പറ്റും. 176 രൂപ. ഇവിടെ ആര് വരണ്? ഇവിടെ അടുപ്പിക്കൂലെന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ കേസുമായിട്ട് വന്നിട്ടുണ്ടെന്ന്, കേട്ടാ. ഇപ്പം കറണ്ട് ബില്ലൊക്കെ അടച്ച് നല്ല സുഖമായിട്ടിരി. അപ്പം കണ്ടല്ലോ ഞങ്ങൾ ബാത്റൂം, ഈ ബാത്റൂമിൻ്റെ പോലെയാണടി നിന്റെ ഉള്ളും, കേട്ടാ. ഈ ബാത്റൂമില്ലേ, നിന്നെ ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്നറിയാമോ? നീ കൊടടി കേസ് നീ കൊടുക്കണം. ഞാനും ഷാനും ഒത്തൊരുമിച്ചിരിക്കുക തന്നെ ജീവിതത്തിൽ. നീ ഒരു വണ്ടിയും കൊണ്ട്, ഒരു ഡ്രൈവറേയും കൊണ്ട് നീ പലപ്പോഴും കിടന്ന് വെല്ലുവിളിയുള്ളൂ. നാലാലി നീ അങ്ങനെ ചെയ്യും, നാലാലി നീ അങ്ങനെ ചെയ്യും. നിന്റെ വീട്ടിൽ വരും. വാടി, നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണ. എടി, ഇവിടെ വല്ല ആള് താമസം ഉണ്ടാ? നജിലാക്ക് ഷാനയും തൊട്ട് കളിക്കരുതെന്ന് നീ പറഞ്ഞ? നീ വിളിക്കുന്നിടത്ത് വരാം. എന്തായാലും അവക്ക് കിടക്കാനും ഉണ്ട്. മറ്റേ ഡ്രൈവറിനെ നോക്കും കൂടെ സുഖമാണ്. ഇവിടെ അടുക്കള ഉണ്ടാക്കളെ ഒരാള് താമസമുള്ള ഇത്രയും ഉണ്ടാക്കി. നീ ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കി. രേണു സുധീനെ വിറ്റ് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ നീ ഉണ്ടാക്കി. നീ എന്തരുണ്ടാക്കിയ കാര്യമാണ് പറയണത്? നീ വിചാരിച്ച് പാലക്കാടും കോഴിക്കോടും കണ്ണൂരും ഉള്ളവരെയൊക്കെ പറഞ്ഞാൽ അവരൊന്നും വരൂലെന്ന്. അവിടത്തെ അപ്പുറത്തെ ചേച്ചി, ആ ചേച്ചി പറഞ്ഞേട്ടാ ഈ ഒരുമ്പട്ടോളം കാരണം ഇവക്കൊരു സഹോദരുണ്ട് ഷാനവാസ്. അവൻ കെട്ടിക്കുന്ന മണനാക്കിന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം തരാം. ഞാൻ ജനിച്ചുള്ള സ്ഥലത്തുനിന്നാണ് കെട്ടിയേക്കുന്ന. ഷെഫീന, നിന്നെ പൂട്ടിച്ചേ പോവോളടി. നിനക്ക് പോലീസ് പേടിയില്ല. നിന്നെ ആദ്യം ഞാൻ നിന്റെ സഹോദരനെ തൊട്ട് കളിക്കാൻ തുടങ്ങാണ്. നീ കണ്ടോ നജിരാജ് ഷാനു ആരാണെന്ന്? എന്റെ മോളെ നീ തൊട്ട് കളിച്ചല്ലേ? നിന്റെ ഉമ്മ പറഞ്ഞു കേട്ടാ. 100 തവണ നിന്റെ ഉമ്മാരുടെ അടുത്ത് പറയണം. കാരണം അവര് വാർദ്ധക്യത്തിന്റെ കട്ടോണ്. നമുക്ക് 2 ഉമ്മമാരുള്ളതാണ്. അവര് പറഞ്ഞു ഫോട്ടോ എടുത്തോ, വീഡിയോ എടുത്തോ. നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം, ക്യാമറ ഓണാക്കി മൈക്കും സെറ്റ് ചെയ്ത്. അപ്പോഴും നമ്മള് എന്തായാലും വീടൊന്ന് നല്ലോണം കാണട്ടെ, ചെപ്പീനെ കാണട്ടെ. കാടൊക്കെ കേറി കേട്ടാ. അണലി കയറാതെ നോക്കിക്കൊള്ളണം. നീ നാട്ടുകാരെ മൊത്തം തെറി വിളിക്കും. കൂട്ടിനോക്ക് പട്ടിയുണ്ട് അപ്പുറത്തെ. ഷഫീന വന്നില്ല. ഷഫീന അല്ല, ഇത് നജിലായാണ്, ജമാലിന്റെ മോള്, കേട്ടാ. നിന്റെ അടുത്ത് ഞാൻ വേണ്ടാന്ന് പണ്ടേ പറഞ്ഞു. നീ ഷാജിദ, നിനക്ക് എന്ത് യോഗ്യതയുടെ നമ്മളെയൊക്കെ പറയാം? നമ്മളൊക്കെ വീട്ടിലാണ് കിടക്കണേക്കാ. നമ്മുടെ വീട്ടില് നിന്നെ പോലെ ലോഡ്ജിലല്ല കിടക്കണ. നിന്റെ ഏത് ചേട്ടന്റെ കൊച്ചെന്റെ വയറ്റിൽ കിടക്കണെന്ന് നിനക്ക് കാണിച്ചു തരാടി. നിന്റെ ഉമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കേട്ടാ. അപ്പൊ നിന്റെ വഴിയാണിത്. അവള് പടവുന്നി പോണ കുന്ത ഇട്ടേക്കണ്, അമ്പലത്തിന്റെ ഗ്യാസ് പ്ലാന്റ്. അവള് ഈ വഴിയൊക്കെ കട്ട് ചെയ്താണ് ഇട്ടേട്ടാ. എന്നിട്ട് ആ ലൈവ് അവള് കട്ട് ചെയ്ത്. എടി, നിന്റെ നാട്ടിലാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ. നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ഒരുമ്പട്ടോളം ആര് വേണമെങ്കിലും
വന്നോ അഡ്രസ് തരാം തിരക്കി നോക്ക്. എവളെന്ത് നാടും വീടും ഉപേക്ഷിച്ച് ദൂരെ കൊണ്ട് ഞാൻ അവരെ പറഞ്ഞിട്ട് എന്റെ മോളെ ജോലി അതാണ്. ഞാൻ ചോദിച്ചു വല്ലവരും ഏൽപ്പിച്ചേക്കണ ജോലി ചെയ്യാൻ. നാട്ടുകാരെ പെമ്പിള്ളേരെ ജീവിതത്തില് അവർക്ക് പ്രായം ചെന്നില്ല, അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം ഇല്ല. അവരും സുൽഫത്ത് എന്ന് പറഞ്ഞാൽ ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ തന്നെ കിടക്കണം. അവരെ കണ്ടപ്പോ എനിക്കങ്ങ് പാവം തോന്നി. നല്ല വാർദ്ധക്യമുണ്ട്. എടി ഒതുങ്ങടി, നിന്റെ അമ്മ വെറുതെ ഇട്ടാണ് നിക്കണ, മക്കനിട്ടാണ് കൊതിപ്പിക്കും. നീ കണ്ടോ, അടുത്ത അവനാണ് നാണക്കേട്. ഞാൻ കാണിച്ചു തരാനൊക്കെ. നിന്റെ സഹോദരനെ എല്ലാരും എന്റെ നാട്ടിൽ നിന്നാണ് മണനാക്കി എല്ലാം നമ്മള് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് എന്നെ മനസ്സിലായി. ഞാൻ കാണിച്ചു തരാം നിനക്ക്. നീ ഒതുങ്ങൂലല്ലേ, ഒതുക്കി കാണിച്ചു തരാം. അപ്പൊ ചെപ്പീന അപ്പൊ വീട് കണ്ട സഹോദരന്റെ വീട് കാണണോ? സഹോദരനെ കാറും ഉണ്ട് വന്ന്. അപ്പൊ ജബീന, നീ ഡ്രൈവറെ കൊണ്ട് കൂലിക്ക് പോകുന്ന കണക്കല്ല. നെജിലായും ഷാനും ഫാമിലി വ്ളോഗറാണ്. നീ ഒറ്റയ്ക്ക് ചാടുന്ന കണക്കല്ല. കാറ്റടിക്കുമ്പോ പറന്നോണ പറ്റിക്കോട്ട് വിട്ടേ. നീ തുള്ളരുത് കേട്ടാ. തുള്ളിയ നിന്നെ നമ്മുടെ ആട്ടിപ്പടലം പൂട്ടും. ഒറ്റ തന്തയ്ക്ക് പറന്നോളാണടി ഞാൻ. ഒരു ഒറ്റ തന്തയ്ക്ക് പറന്ന ജമാലിന്റെ മോളാണ് ഞാൻ. നിന്നെ വേണ്ട. അതേപോലെ തന്നെ ഷാനും തന്റെ മീശ ഉള്ളവനാണ്. നിന്നെ പോലെ ആ കാക്കക്കുന്നം കറുമ്പനെ പോലെ അല്ല. നീ ഒന്ന് നെജിലായ ഷാനെ ഒന്ന് വന്ന് നേരിട്ട് ഇനിയൊന്നും നീ ഒന്ന് കണ്ടുവെക്കാണ്. ഉമ്മ പറഞ്ഞല്ല, എന്റെ നാട്ടിൽ നിന്നാണ് ഇട്ടേക്കുന്നത്. അത് അപ്പുറം എന്റെ മൊത്തം എന്റെ കൂട്ടുകാരാണ്, എന്റെ സ്വന്തക്കാരും കൂട്ടുകാരും. നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് എന്നിട്ട് അവിടെ നിന്ന് അവരെ ഉമ്മ പറഞ്ഞു കേട്ടാ. ഞാൻ ഒന്നും പറയൂലേട്ടാ, പാവം. കാരണം എന്ന് വെച്ചാൽ അവരൊരാഴ്ച നിക്കാൻ വന്നതാണ്. മനസ്സിലായി. അപ്പൊ എന്തായാലും മക്കളെ, ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ക്യാമറയിൽ ചെക്ക് ചെയ്തൊക്കെ നിങ്ങളെ ഉമ്മ മര്യാദയാണ് കേട്ടോ. എത്ര ശത്രു ആയാലും കേറി വരും മക്കളെ. ഉമ്മ തന്നെയാണടി. ഉമ്മ തന്നെയാണ്. അവര് ഫർദയിട്ട് മറ്റേ മക്കൻ അവരെ ഇട്ടിട്ടുണ്ട് കേട്ടാ. അവരെന്തെങ്കിലും ചെറുപ്പകാലത്ത് ചെയ്തിട്ട് പോയിട്ട് അടി. നമ്മളൊക്കെ ചെറുപ്പകാലം എല്ലാവരും തെറ്റുകളൊക്കെ ചെയ്യും. നീ ഗൾഫിൽ പോയി പറഞ്ഞേട്ടാ, കുറെ കാലം ഗൾഫിൽ പോയി ചരിത്രം പറഞ്ഞു തുടങ്ങിയടി. നമ്മള് വേണ്ടാന്ന് വെച്ച് ഇറങ്ങിയാണ്. കാരണം മാരിബായി ഒരു വീട്ടിൽ ഇരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നിന്നെ പോലെ എങ്ങനെ അങ്ങ് നടക്കുകയല്ല. ഉണ്ടു ഉറങ്ങി. അപ്പൊ ചെപ്പീന, നിന്റെ സുൽഫത്തുമ്മ പറഞ്ഞത് ബാക്കിയും കൂടെ നമ്മൾ ഇടും. നാട്ടുകാർ മൊത്തം മൊഴി തരാൻ തയ്യാറാണ്. നാട്ടുകാർ ക്യാമറ വരാൻ തയ്യാറാണ്. നിനക്ക് കാണണോ? നിന്നെ അട്ടിപ്പട്ടല്ല നമ്മൾ പൂട്ടും. ഇത്രേ ഉള്ളടി ചെപ്പീന. നീ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും നീ അവിഹിതം ഉണ്ടാക്കി. നിന്റെ അവിഹിതം ഗൾഫിൽ പോയ മുതൽ എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്റെ അമ്മ പറഞ്ഞ നമ്മളാരും പറഞ്ഞാ കേൾക്കണോളല്ല. നമ്മളെ വിളിയില്ല, ഒന്നുമില്ല. അവർക്ക് ഒരു 5 പൈസ കൊടുക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞേട്ടാ, അമ്മ അത് മേടിച്ച് തിന്നലേ ദഹിക്കൂല. നമ്മളെയൊക്കെ വിറ്റ് തിന്നണതാണ്. അവർക്ക് വേണ്ടടി. അവർക്ക് വേണ്ട. മോൻ പൊന്നുപോലെ തന്നെ നോക്കുന്നത്. നിന്നെ കൊണ്ട് എന്തൊരു ഉപയോഗം ഉണ്ടടി. ഇപ്പഴാണടി ഒരു ഉമ്മാക്ക് അവര് പറഞ്ഞേട്ടാ, ഞാൻ പാർട്ടിയിലൊക്കെ മുമ്പ് നിന്ന ആളാണ് അങ്ങനെയൊക്കെ. നിന്റെ ഉമ്മാരെ പേര് പറഞ്ഞപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. അയ്യോ, ഈ ഒരുമ്പൊട്ടോളാന്ന് ആ ചേച്ചി പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളു. ലാൽ സലാം. അസ്സലാമു അലൈക്കും.